ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി വെച്ചാൽ വേറെ നല്ല ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ പരിപാടി പോകുന്നുണ്ട്, ജാഥ സംഭവമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡി ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് പോകാനായിട്ട്. കണ്ടില്ലേ, അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആയി, എന്നിട്ടും അവിടെ എത്ര നേരമായിട്ട് വന്നിട്ടില്ല ഒന്നും. ഞാൻ കുറച്ച് കൊട്ടൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ നേരെ അവിടേക്ക് കുറച്ച് പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും കൊട്ടൊക്കെ കേട്ടു തുടങ്ങി. അപ്പോൾ ഞാൻ നേരെ വേഗം വാലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്, ക്രിസ്ത്യനും ജാതിയൊക്കെ ആയിട്ട് അവരുടെ അമ്മമാരൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി ക്രിസ്ത്യനും ജാതിയിൽ എനിക്ക് നല്ല രീതിക്ക് ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. നൊസ്റ്റ അടിച്ചു എനിക്ക്. പാപം ഞാൻ ഒറ്റയ്ക്കയിലിപ്പോൾ അവനില്ല, അവൻ എവിടേക്കോ പോയി ഗൈസ്, ഓണം കളിക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞാൻ അവൾ ജാഥയുടെ ഒപ്പം കയറിപ്പോയി ഗൈസ്. ജാഥയുടെ ഒപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് അവിടെ എത്തി. പിന്നെ ഇവിടെ നിന്ന് അവരുടെ രാധാകൃഷ്ണ പരിപാടിയാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഡ്രൈവിനും കൂടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തേക്ക് പോവാണ് ഗൈസ്. കണ്ടില്ലേ, ഫസ്റ്റ് വീഡിയോ എടുക്കണമെന്ന് അറിയില്ലായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക് ഫേസ് വന്നു. രണ്ടാമത്തിൽ പിന്നെ മനസ്സിലായി ഗൈസ് വീഡിയോ എടുക്കാനാണ്. പിന്നെ അവൻ ഫേസ് വന്നില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോയിട്ട് അടുത്ത പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ഡാൻസും പരിപാടി കാര്യങ്ങളൊക്കെ. കുറേ പേരുണ്ട് കണ്ടല്ലോ ഗൈസ്, കുറേ പേരുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് ഗൈസ് പോയത്. കണ്ടില്ലേ, ഞങ്ങൾ നല്ല ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയിരിക്കുകയാണ് സമയം ഉണ്ടായത്. പിന്നെ അത് വീണ്ടും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയപ്പനും വന്ന് അവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകണം ഗൈസ്. ഓക്കെ, ബൈ.